السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദുൽഹിജ്ജ 9 അറഫ ദിനത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിവസത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അറഫ ദിനത്തെക്കാൾ പുണ്യമായ മറ്റൊരു ദിവസം അല്ലാഹു ഇല്ല എന്നാണ്. അന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു അവന്റെ കാരുണ്യത്തെ വർഷിപ്പിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യം റഹ്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവെ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത, വിശുദ്ധമാകുന്ന ഇസ്ലാം പൂർത്തീകരിച്ച ദിവസം അത് യൗമ അറഫ, അറഫ ദിവസമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഫ ദിനത്തെക്കാൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നരകമോചനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്റുകളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ മജ്ലിസുകളിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനം എല്ലാവർക്കും വേണ്ടി നമുക്ക് വിശദമായി ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉമ്മാക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഉമ്മ കിടപ്പിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായ ആജിലായ ശിഫ നൽകുമാറാകട്ടെ. വേറെയും ഒരുപാട് ആളുകൾ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ ഒരു സഹോദരി വാടക വീട്ടിൽ 30 വർഷമായി താമസിക്കുന്നു. അടുത്ത വർഷമെങ്കിലും ഒരു വീടുണ്ടാകണമെന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വീടുണ്ടാകാനുള്ള എല്ലാ വഴികളും അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളുള്ളവർക്കൊക്കെ വീട്ടാനുള്ള വഴികൾ അല്ലാഹു നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഒരു സഹോദരി, ഒരു ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മകന് ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട്. അല്ലാഹു എല്ലാം വീട്ടി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആർക്കൊക്കെ എത്ര കടമുണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അല്ലാഹു എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അവസാനം നമ്മൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഈ അറഫ ദിനത്തിൽ ചൊല്ലേണ്ട മുഴുവൻ ദിക്റുകളും നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇലാ ഹളറത്തി സയ്യിദിനാ വ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله ആദ്യമായി ഒരു 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ല. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم അല്ലാഹുവേ ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹുവേ ഈ പരിശുദ്ധമായ അറഫ ദിവസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും നരകമോചിതരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സർവ്വ തെറ്റുകളും നീ മാപ്പാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിനുള്ള തസ്ബീഹാണ്. ഇന്നത്തെ ദിവസം അധികരിപ്പിക്കേണ്ട 4 ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 ദിക്റുകളും 33 തവണ ചൊല്ലുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, 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 അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ 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 അല്ലാഹു അക്ബർ. അല്ലാഹുവേ, ഈ 3 ദിക്റുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലി, നിന്നെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ചൊല്ലി, നിന്നെ പ്രകീർത്തിച്ചുകൊണ്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹസ്സുലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ മഹത്വങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഇനി നമ്മൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും വലിയ ദിക്ർ, അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ തൗഹീദിനെ പറയുന്ന ദിക്റാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. 33 തവണ ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായുള്ള നല്ല മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹ്, ഞങ്ങളെ ആരെയും കാഫിറാക്കി മരിപ്പിക്കല്ല റഹ്മാനേ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ഇനി നമ്മൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. ഈ ദിവസം സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കാൻ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് ഞങ്ങൾ ഓതാൻ പോവുകയാണ്. ഒരു 11 തവണ ഓതുക. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സ്വർഗ്ഗലോകത്തൊരു കൊട്ടാരം പണിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അല്ലാഹ്, ഞങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ പണി കഴിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹ്, നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, എന്നാലും ഈ ദിവസം നിന്റെ കാരുണ്യം ഒന്നാനാകാശത്തേക്ക് നീ വർഷിപ്പിക്കുന്നുണ്ടല്ലോ റഹ്മാനായ റബ്ബേ. ആ റഹ്മത്തിൽ ഞങ്ങളെയും പൊതിയണേ അല്ലാഹ്, ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് മഹത്തായ സ്വലാത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കുന്ന സ്വലാത്താണ്. ദുൽഹിജ്ജ, അറഫാ ദിനവും ഹജ്ജും ഉംറയുമെല്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാവനമായ സ്മരണകൾ അതിലൊക്കെയുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കുന്ന ആ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം അധികരിപ്പിക്കേണ്ട സ്വലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ ഓതാറുള്ള ഇബ്രാഹിമിയ സ്വലാത്ത്. അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക, സ്ക്രീനിൽ നോക്കി ചൊല്ലുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സ്വലാത്ത് മുത്തുനബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന നല്ല മജ്ലിസാക്കി നീ ഖബൂലാക്കണേ അല്ലാഹ്. ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم
وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥലായ സവാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് ഏറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് മദീനത്ത് സിയാറത്ത് ചെയ്യാൻ, അവിടുത്തെ മനാമിൽ ദർശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ഈ ദിവസം അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു 10 തവണ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير ഇൻഷാല്ലാഹ് ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്രയും സമയം നമ്മളിരുന്ന് ദിക്റുകൾ ചൊല്ലിയത് അല്ലാഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരെയും വായിക്കാൻ സമയമില്ല. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് സംഭാവനകൾ അയക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തെ ഏതൊരു കർമ്മത്തിനും വലിയ പ്രതിഫലമുണ്ട്. അത് സ്വതക്കകൾക്ക് വലിയ പ്രതിഫലമുള്ള ദിവസമാണ് ദുൽഹജ്ജ് 9 അറഫ ദിവസം എന്നുള്ളത്. അല്ലാഹു തആല നമ്മുടെ സദഖകൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അത് മുതഅല്ലിമീങ്ങൾക്ക് നൽകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞറിയിക്കേണ്ടതില്ല. അന്ത്യനാൾ വരെ മുറിയാതെ നിലനിൽക്കുന്ന ഇൽമിന് അതിനു വേണ്ടിയാണ് നമ്മൾ നൽകുന്നത് എന്ന നിയ്യത്തിൽ മുതഅല്ലിമീങ്ങൾക്ക് നൽകിയാൽ ജാരിയായ സദഖയായി അന്ത്യനാൾ വരെ നമുക്ക് ഖബറിൽ ആസ്വദിക്കാൻ പറ്റുന്ന സദഖകളാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഇൽമ് പഠിക്കുന്ന ആളുകൾക്ക് ആ മുതഅല്ലിമീങ്ങൾക്ക് നൽകുന്ന സദഖ. അപ്പൊ ചെറിയ സംഖ്യയാണെങ്കിലും 10 രൂപയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും എത്രയാണോ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത് അതിനനുസരിച്ച് 50, 100, 313, 1000 ഒക്കെ ആയിട്ട് അതിനേക്കാൾ കൂടുതൽ കഴിയുന്നവർ അങ്ങനെ മുതഅല്ലിമീങ്ങളുടെ ദീൻ പഠിക്കുന്ന കുട്ടികളുടെ ചെലവിലേക്ക് ഈ ഒരു മഹത്വമായ ഈ ഒരു പ്രത്യേക ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ ദുൽഹജ്ജ് 9 അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുന്ന ഈ ഒരു ദിവസം ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് സദഖ ചെയ്യുന്നു. എൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ അവരുടെ പേരിൽ ഞാൻ സദഖ ചെയ്യുന്നു. അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി സദഖ ചെയ്യുന്നു എന്നൊക്കെ നിയ്യത്താക്കി മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യുക. കഴിയുന്നവരൊക്കെ ചെയ്യുക. നല്ല ദിവസവും സമയവുമാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ
പ്രയാസങ്ങൾ വല്ലാതെ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നേരത്തെ പറഞ്ഞ ഉമ്മാക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രോക്ക് വന്നതാണ്. അല്ലാഹു തആല ആജിലായ ശിഫ നൽകുമാറാകട്ടെ. ആജിലായ ശിഫ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി അവരുടെ മകന് ക്യാൻസർ ബാധിച്ച് സംസാരിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്, ഭക്ഷണം കഴിക്കാനൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഈ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് ആജിലായ ശിഫ നൽകുമാറാകട്ടെ. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഗർഭിണി സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സുഖപ്രസവം നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവെ, വർഷങ്ങളായി 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന് പറഞ്ഞൊരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത ആരൊക്കെയുണ്ടോ അല്ലാഹുവെ അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മക്കൾ നിസ്കരിക്കുന്നില്ല, പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവെ ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയവർ അല്ലാഹു അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ. വിവാഹം നിശ്ചയിച്ച് മുടങ്ങിപ്പോയി വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവെ, അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവെ, റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാഹ്. റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനെ. വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ വീടുകളിലൊക്കെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, മദീനത്ത് പോയി സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ പ്രാവശ്യം ഹജ്ജിന് പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ദുആകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവെ, വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും അറഫയിലൊക്കെ പോയി നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കടമുള്ള മകന് വേണ്ടി അല്ലാഹുവെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, ആ മകന്റെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടി കൊടുക്കണേ റഹ്മാനെ. അതിനുള്ള വഴികളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ജോലികളിലൊക്കെ ഞങ്ങൾക്കൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങൾക്കൊക്കെ ആഖിബത്ത് നന്നായുള്ള നല്ല മരണം നൽകണേ അല്ലാഹ്. ഒരു സഹോദരൻ കിട്ടാനുള്ള ക്യാഷ് ലഭിക്കാൻ ഒരുപാട് ആളുകൾ ക്യാഷ് തരാനുണ്ട്. അതൊക്കെ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, തരാനുള്ള ക്യാഷുകളൊക്കെ തരാനുള്ളവർക്ക് നല്ല മനസ്സ് തോന്നിപ്പിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, അവരെയും ഞങ്ങളെയൊക്കെ നാളെ സ്വർഗ്ഗലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ അറഫ ദിവസം ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഈ മുഴുവൻ ദിക്റുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാകാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവെ, ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. കാലുവേദന പറഞ്ഞ് മുട്ടുവേദന പറഞ്ഞൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങൾ ആരെയും മാരകമായ അസുഖങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ല റഹ്മാനെ. നീ പരീക്ഷിക്കല്ല അല്ലാഹ്. കുട്ടികളുണ്ടാകാൻ പ്രത്യേക ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. മകന്റെ വിവാഹം ശരിയാകാൻ അല്ലാഹുവെ, വിവാഹപ്രായമെത്തിയ എല്ലാ ആളുകൾക്കും അല്ലാഹുവെ അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. ഒരു സഹോദരി കാല് എല്ല് പൊട്ടിയിട്ട് 1 മാസത്തിലേറെയായി ഇതുവരെ സുഖം ലഭിച്ചിട്ടില്ല. അല്ലാഹു തആല ആജിലായ ശിഫ നൽകുമാറാകട്ടെ. ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ശിഫ കൊടുക്കണേ റഹ്മാനെ. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാനും അതുപോലെ തന്നെ
ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ ഇണകളുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരണേ അള്ളാഹ്. കുടുംബജീവിതത്തിലൊക്കെ ഖൈറും ബറക്കത്തും നൽകണേ അള്ളാഹ്. അള്ളാഹുവെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അള്ളാഹ്. ഐക്യവും സ്നേഹവും നിലനിർത്തി തരണേ റഹ്മാനെ. അള്ളാഹുവെ നീ ഞങ്ങൾക്കൊക്കെ തുണയാകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഫതഹ് നൽകണേ അള്ളാഹ്. കച്ചവടങ്ങളിൽ ഫതഹ് നൽകണേ റഹ്മാനെ. വലിയ ലാഭം നൽകണേ അള്ളാഹ്. ദുനിയാവും ആഖിറവും ലഭിക്കുന്ന രീതിയിലുള്ള സന്താനങ്ങൾ നൽകണേ റഹ്മാനെ. മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ വീട് പണി തുടങ്ങിയവരുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തിയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരി വീണിട്ട് കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് മാറിക്കിട്ടാൻ എത്രയും പെട്ടെന്ന് ഷിഫയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അള്ളാഹുവെ നീ ഷിഫ കൊടുക്കണേ അള്ളാഹ്. നീ ഷിഫ നൽകണേ റഹ്മാന്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാക്കാൻ അള്ളാഹുവെ നീ വലിയ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങളുടെയൊക്കെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അള്ളാഹ്. അതുപോലെ തന്നെ ഒരു സഹോദരി, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാക്ക് ഇടത് കൈ വളരെ വേദനയുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ അള്ളാഹ്. ഇങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മകൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. ആരൊക്കെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ നിനക്കറിയാമല്ലോ അള്ളാഹുവേ, അവർക്കൊക്കെ നീ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകണേ അള്ളാഹ്. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അള്ളാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അള്ളാഹ്. അള്ളാഹുവേ നീ ശിഫ നൽകണേ അള്ളാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അതുപോലെ തന്നെ ഈ ദിവസം പ്രത്യേകം സൂറത്തുൽ ഹശ്ർ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. സൂറത്തുൽ ഹശ്ർ എല്ലാവരും ഖുർആൻ എടുത്ത് ഓതുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.